മേയർ ഇപ്പോൾ പ്രതികരിക്കും. ഇപ്പോൾ നിലവിൽ നമുക്കറിയാം കാലാവസ്ഥ ഒരു പ്രതികൂലമായ കാലാവസ്ഥയാണ്. അപ്പോൾ ആ കാലാവസ്ഥ കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുത്തെ സ്കെച്ചും മറ്റു കാര്യങ്ങളും ഇന്നലെ മുതൽ ഇവിടെ നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യനായ കളക്ടറും അതുപോലെ തന്നെ റെയിൽവേ അധികാരികളും നമ്മുടെ ഫയർഫോഴ്സിൻ്റെ സംഘവുമൊക്കെ നമ്മുടെ നേവിയിൽ നിന്ന് വന്നിട്ടുള്ളവരെ ബ്രീഫ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ നമുക്കൊന്ന് അവർക്ക് കൂടുതൽ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്, ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഇതിൻ്റെ സാധ്യതകളെപ്പറ്റി, ഇനിയിപ്പോൾ ഇങ്ങനെ മഴ തുടർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സാധ്യതകളെപ്പറ്റി പരിശോധിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ തീരുമാനിച്ചതുപോലെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരുന്നു. ഇനി ഒരു സ്റ്റെപ്പ് നമ്മൾ ഇനി നാളെ രാവിലത്തേക്ക് അല്ലെങ്കിൽ ഇനി തുടർന്നുള്ള സമയങ്ങളിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരുന്നത് ഒരു ഷട്ടർ പോലെ കെട്ടിക്കൊണ്ട് ആ ഭാഗത്ത് വെള്ളം, ഈ പറയുന്ന ടണലിൻ്റെ ഭാഗത്തുള്ള വെള്ളത്തിൻ്റെ ലെവല് കുറച്ചും കൂടി നമുക്ക് അകത്തേക്ക് പോകാൻ കഴിയുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഹിറ്റാച്ചി അടക്കമുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അകത്തുകൂടെ പോയി മാലിന്യം പതുക്കെ മാറ്റി ഒരു 2 അവേഴ്സിനുള്ളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പരിശോധനയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബഹുമാന്യനായ കളക്ടർ ഇവിടെ നമ്മൾ ആലോചിച്ച പ്രകാരമുള്ള കാര്യങ്ങൾ നേവി സംഘവുമായി ബ്രീഫ് ചെയ്തു. അപ്പോൾ ഇനി തുടർന്ന് അവരുടെ പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവർ ഒരു റിക്വസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വെച്ചത് അവർക്കൊന്ന് സ്വതന്ത്രമായി ഇത് പരിശോധിക്കാനുള്ള ഒരു അവസരം മാധ്യമങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ തന്നെ അങ്ങോട്ട് പോകുന്നില്ല, അത് ബ്രീഫ് ചെയ്യാൻ കഴിയുന്ന 1-2 ആളുകൾ മാത്രമേ പോകുന്നുള്ളൂ. അവർ പറയുന്നത് അവർക്കൊരു സ്വാഭാവികമായിട്ടും അവരുടേതായിട്ടുള്ള ഒരു പ്രോട്ടോക്കോളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ അവർക്കൊന്ന് കോൺസെൻട്രേറ്റഡായി ഈ കാര്യം പരിശോധിക്കാൻ നമ്മുടെ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ഒന്ന് പരിശോധിക്കാൻ, ഒന്ന് മഴയും കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ സ്കെച്ചും കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തത് മാധ്യമപ്രവർത്തകർ ഒന്ന് നിൽക്കുക, അവർ കണ്ടതിന് ശേഷം ഞങ്ങളോട് വന്ന് വിഷയം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ തന്നെ ബ്രീഫ് ചെയ്യാം. അപ്പോൾ അവരുടെ പുറകെ പോകുന്നതെന്ന് ഒഴിവാക്കണമെന്ന അഭ്യർത്ഥന അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ ദയവായി അതിൽ സഹകരിക്കണം എന്നുള്ളതാണ്. മറ്റ് സ്ഥലങ്ങളിൽ നമ്മുടെ മീഡിയ ഉണ്ടെങ്കിൽ അവരോട് ഇവരുമായി ബന്ധപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥന നടത്തുക. നമുക്ക് അവർ വന്ന് നമ്മളോട് തിരിച്ച് കളക്ടറോടും എന്നോടും പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ബ്രീഫിംഗ് നടത്താം. അവർ പോയിട്ട് വരട്ടെ. അല്ല, ഇപ്പൊ പരിശോധന നടത്താനാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. അവർ തിരിച്ചു വന്നതിന് ശേഷം ചർച്ച ചെയ്ത് ഇതുപോലെ ഒന്നുകൂടെ ചർച്ച ചെയ്തതിന് ശേഷം മറ്റു കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. അതാണ് പറഞ്ഞത്. അതിപ്പോ നമ്മൾ പമ്പിംഗ് തുടങ്ങിയിരുന്നു. ഈ സാൻഡ് ബെഡ് ഇടുന്നതിന് വേണ്ടി, അതിന്റെ സാൻഡ് ബാഗ്സ് ഇടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ നിലവിൽ സജ്ജമായി ഇരിക്കുകയാണ്. പക്ഷെ മഴയുണ്ടല്ലോ, അതിപ്പോൾ മഴയുള്ളത് കൊണ്ട് തന്നെ അത് ചിലപ്പോൾ നമുക്ക് വരുന്ന സമയങ്ങളിൽ മണിക്കൂറുകളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അത്തരത്തിൽ പ്രവർത്തനം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാണ്. അത് നമ്മൾ സാൻഡ് ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വെച്ചാൽ മതി. എക്യുപ്മെന്റ്സും എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺ കോളിൽ എത്താൻ പറ്റുന്ന തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്ത് മറ്റു സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, വെള്ളം പമ്പ് ചെയ്യുമ്പോൾ ഒഴുകി പോകുന്നതിനേക്കാൾ ഇത് വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെള്ളത്തിന്റെ അളവ് ആ പോർഷനിൽ കുറയ്ക്കുകയും അവിടെ പരിശോധന നടത്തുകയും അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഷട്ടർ വയ്ക്കുന്നതിനെ തുറന്നു വിടുക എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പമ്പിംഗ് ഇപ്പൊ നിലവിൽ നമ്മൾ പരിശോധന ഇവർ നടത്തട്ടെ, അതുവരെ പമ്പിംഗ് നമ്മളിപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. അതെ, വീണ്ടും ഒന്നുകൂടി കളക്ടറെ ഒന്ന് ബ്രീഫ് ചെയ്തതിനു ശേഷം നമ്മൾ യോജിച്ചൊരു തീരുമാനമെടുക്കും. അപ്പോൾ ഒരു അഭ്യർത്ഥനയാണ്, അവർക്കൊന്ന് സ്വതന്ത്രമായി പോകാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. ഞങ്ങളും അങ്ങോട്ട് പോകുന്നില്ല, അവരൊന്ന് അവരുടേതായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിൽ അങ്ങോട്ട് നോക്കട്ടെ. ഓക്കെ, താങ്ക് യു. ആമയിഴഞ്ചാൻ തോട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് നാവികസേന കൂടെ എത്തിയിരിക്കുകയാണ്. നാവികസേന കലക്ടറും മേയറും NDRF അംഗങ്ങളുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ഹരിമോഹൻ തുടരുന്നുണ്ട്. ഹരി, നാവികസേനയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? പ്രാരംഭഘട്ടത്തിൽ അവർ കാര്യം പഠിച്ച് നാളേക്ക് ഈ രക്ഷാദൌത്യത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമായിരിക്കുമോ ഉണ്ടാവുക? വിശദാംശങ്ങൾ. ഷഹാന, ഇപ്പോൾ മേയർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഈ തുരങ്കത്തിന്റെ സ്കെച്ച് അടക്കം ഉള്ളവ നാവികസേനാംഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അവർ അത് പരിശോധിക്കും. ഒപ്പം തന്നെ ഈ തുരങ്കത്തിലേക്ക് മറ്റു പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി അവർ പോകും. അതായത് ഇപ്പോൾ 1ാമത്തെ പ്ലാറ്റ്ഫോമിന് അടുത്തുള്ള ഈ അപകടം നടന്ന സ്ഥലം, അതുപോലെ 3ാമത്തെ പ്ലാറ്റ്ഫോം, 5ാമത്തെ പ്ലാറ്റ്ഫോം, ഈ മാൻഹോൾ ഉള്ള സ്ഥലങ്ങൾ, ഇവയിലൊക്കെ തന്നെ പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ആ പരിശോധന കുറച്ചു നേരം നീണ്ടു നിൽക്കും. ആ പരിശോധന കഴിഞ്ഞതിന് ശേഷമായിരിക്കും
ഈ മേയർ അടക്കമുള്ള ആളുകൾ, ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളുമായിട്ടൊക്കെ തന്നെ ഒരു യോഗം ചേരും. വീണ്ടും ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ആ പരിശോധനയ്ക്ക് ശേഷം കണ്ടെത്തുന്ന കാര്യങ്ങൾ നാവികസേന അംഗങ്ങൾ ഈ ഉദ്യോഗസ്ഥരുമായി, ജില്ലാ കളക്ടർ അടക്കമുള്ള മേയർ അടക്കമുള്ള ആളുകളുമായി പങ്കുവയ്ക്കും. ആ പങ്കുവച്ചതിന് ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് ഇനിയിപ്പോൾ തെരച്ചിൽ ദൗത്യത്തിലേക്ക് പോകേണ്ടത്, നാവികസേനയുടെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ തരത്തിലുള്ള തെരച്ചിൽ പ്രക്രിയയാണ് നടത്തേണ്ടത് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ എന്തായാലും ആ സ്കെച്ച് നാവികസേനാംഗങ്ങളുടെ കൈ കൊടുത്തിട്ടുണ്ട്. സ്കെച്ച് പ്രകാരം എങ്ങനെയാണ് തുരങ്കത്തിന്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് റൂട്ട് മാപ്പ് തന്നെയാണ്. ഈ 117 മീറ്റർ ഉള്ള തുരങ്കത്തിന്റെ റൂട്ട് മാപ്പാണ് നാവികസേനാംഗങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതുപ്രകാരം ആ തുരങ്കത്തിന്റെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്, അതിലെവിടെയൊക്കെയാണ് സബ് ടണലുകൾ ഉള്ളത്, ആ സബ് ടണൽ അല്ലെങ്കിൽ തുരങ്കം എന്ന് പറയാവുന്ന അതിനകത്തെ ഒരു ഈ വേസ്റ്റ് പോകാൻ വേണ്ടിയൊക്കെയുള്ള കുഴികളുണ്ട്, അവയൊക്കെ എവിടെയാണുള്ളത്, ഇനിയിപ്പോൾ എങ്ങനെയാണ് ഒരു വേസ്റ്റിന്റെ അല്ലെങ്കിൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന എത്ര മീറ്ററോളമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവർ പഠിക്കും. ആ പഠിച്ചതിന് ശേഷം നേരിട്ട് ആ ഭാഗത്ത് ഒരു പരിശോധന നടത്തും. ഒരു പക്ഷേ വെള്ളത്തിൽ ഇറങ്ങിക്കൊണ്ട് തന്നെയുള്ള ഒരു പരിശോധന, കാലാവസ്ഥ കൂടി പരിശോധിച്ച ശേഷം ആയിരിക്കും ചെയ്യുക. അതിനുശേഷമായിരിക്കും മേയറും കളക്ടറും അടക്കമുള്ള ആളുകളോട് വിശദീകരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പ്രകാരം അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അധികൃതരെ അറിയിക്കും. എന്നിട്ട് തുടർന്ന് മേയർ അടക്കമുള്ള ആ കാര്യങ്ങൾ ആളുകൾ നമ്മളോട് കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളതാണ് പറയാൻ ഉള്ളത്. എന്തായാലും ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ആരും തന്നെ നാവികസേനാംഗങ്ങൾ ഈ പരിശോധന നടത്തുന്ന ഭാഗത്തേക്ക് പോകുന്നില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അവർക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകൾ അതിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ളത് കൂടിയാണ് ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയുക. എന്തായാലും നാവികസേനാംഗങ്ങളുടെ പരിശോധനയാണ് ഇന്ന് രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് മേയർ സൂചിപ്പിച്ചത്, ഈ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഈ ബ്ലാക്ക് വാഷ് പ്രക്രിയ, അതായത് ഈ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് പിന്നീട് തുറന്നു വിടുന്ന ഒരു പ്രക്രിയ, ആ ഒരു പ്രക്രിയ കുറച്ചു നേരം എന്തായാലും ഉണ്ടാവില്ല. കാരണം അത് പമ്പിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ഇവർക്ക് പരിശോധന നടത്തണം. പരിശോധന നാവികസേനാംഗങ്ങൾക്ക് നടത്താൻ വേണ്ടി വെള്ളം ഒരു മിതമായ നിലയിൽ കയറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തൽക്കാലം പമ്പിംഗ് നിർത്തിവെച്ചിട്ടുണ്ട്. കൂടാതെ കാലാവസ്ഥയും ഇപ്പോൾ ഒട്ടും അനുയോജ്യമല്ല എന്നുള്ളതാണ്. ഷഹാന, ഹരിയിലേക്ക് മടങ്ങിയെത്താം.